പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. വിമാന ടിക്കറ്റുകളിൽ പേരുമാറ്റം സാധ്യമാക്കുന്ന നീക്കവുമായി എയർ ഇന്ത്യ രംഗത്തെത്തിയിരിക്കുകയാണ്. ലോക്ക്ഡൌൺ മൂലം യാത്ര മുടങ്ങുകയും മാർച്ച് 15-നും ഓഗസ്റ്റ് 24-നും ഇടയിൽ സാധ്യതയുള്ള ടിക്കറ്റുകൾ ഉള്ളവരുമായ യാത്രക്കാർക്ക് വേണ്ടി വ്യാഴാഴ്ച പുറത്തിറക്കിയ സർക്കുലറിലാണ് കമ്പനി ഇക്കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത്. ഈ കാലാവധിക്കിടയിൽ എടുത്ത വിമാന ടിക്കറ്റുകൾ മറ്റൊരാളുടെ പേരിലേക്ക് കൈമാറ്റം ചെയ്യാവുന്നതുമാണ്. ഇങ്ങനെ ഇന്ത്യയിൽ നൽകുന്ന ആഭ്യന്തര യാത്രാ ടിക്കറ്റുകൾക്ക് മാത്രമേ പേരുമാറ്റം അനുവദിക്കുകയുള്ളൂ. മാത്രമല്ല, എയർ ഇന്ത്യ സിറ്റി ബുക്കിംഗ് ഓഫീസുകൾ വഴി മാത്രമേ ഈ സൗകര്യം ലഭ്യമാകുകയുള്ളൂ എന്നും കമ്പനി അറിയിക്കുകയും ചെയ്തു. നിലവിൽ മുംബൈ, ഡൽഹി, ഹൈദരാബാദ്, ബംഗളൂരു, കൊൽക്കത്ത, ചെന്നൈ എന്നീ 6 മെട്രോ നഗരങ്ങളിൽ മാത്രമേ പേരുമാറ്റം സാധ്യമാകൂ എന്നും സർക്കുലറിൽ പറയുന്നു. ഈ കാലയളവിൽ എടുത്ത ടിക്കറ്റ് 2020 ഓഗസ്റ്റ് 24 വരെയുള്ള മറ്റ് നിരക്കുകളൊന്നും ഈടാക്കുന്നതല്ല. എന്നാൽ 2020 ഓഗസ്റ്റ് 24-ന് ശേഷമുള്ള യാത്രയ്ക്കായി ടിക്കറ്റ് മാറുമ്പോൾ പണം കുറവാണെങ്കിൽ അത് റീഫണ്ട് ചെയ്യില്ല. ഒരേ റൂട്ടിൽ ഒരേ ബുക്കിംഗ് കോഡിൽ നിരക്ക് കൂടുതലാണെങ്കിൽ നിരക്ക് വ്യത്യാസം ഒഴിവാക്കപ്പെടും. ടിക്കറ്റ് മറ്റ് ബുക്കിംഗ് കോഡുകളിൽ മാറ്റാൻ സൗകര്യവുമുണ്ട്. ആ സാഹചര്യത്തിൽ ബാധകമായ നിരക്ക് വ്യത്യാസം ഈടാക്കുമെന്നും എയർ ഇന്ത്യ അറിയിക്കുകയും ചെയ്തു. ഇവ ജൂൺ 17 നൽകിയ ഇളവുകൾ പുറമെയാണെന്നും കമ്പനി അറിയിച്ചു. അധിക ചാർജുകളില്ലാതെ യാത്രാ തീയതി സൗജന്യമായി മാറ്റാമെന്ന് മുൻപേ കമ്പനി അറിയിച്ചിരുന്നു. നിലവിലുള്ള ടിക്കറ്റിന്റെ മൂല്യം മാറാതെ തന്നെ യാത്രക്കാരൻ നാമനിർദ്ദേശം ചെയ്ത ഒരു പുതിയ ആളിന്റെ ടിക്കറ്റ് റീ ഇഷ്യൂ ചെയ്യാൻ അനുവദിക്കും. രാജ്യത്ത് ആദ്യമായാണ് എയർലൈൻ കമ്പനി ടിക്കറ്റ് കൈമാറ്റം ചെയ്യാനായി യാത്രക്കാരെ അനുവദിക്കുന്നത്. നിലവിലുള്ള ടിക്കറ്റിന്റെ മൂല്യം ഉപയോഗിച്ച് പുതിയ ടിക്കറ്റ് വില ക്രമീകരിക്കാൻ യാത്രക്കാരെ അനുവദിക്കുമെന്ന് എയർലൈൻ പറഞ്ഞിരുന്നു. അതായത് യാത്രാസ്ഥാനങ്ങൾ മാറ്റുന്നവർ നിലവിലുള്ള ടിക്കറ്റ് നിരക്കനുസരിച്ച് അധികം വരുന്ന തുക നൽകണം. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.